ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ നിൽക്കുന്ന എവിടാണെന്നറിയാവോ? ഞങ്ങളുടെ എല്ലാവരുടെയും ഓച്ചിറക്കാരുടെ സ്വന്തമായിട്ടുള്ള ഓച്ചിറക്കാരുടെ അഹങ്കാരമായിട്ടുള്ള ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ നക്ഷത്രവനത്തിലാണ് നിൽക്കുന്നത്. ഈ നക്ഷത്രവനം എന്ന് പറയാനുണ്ടായ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? വാ കാണിച്ചു തരാം എന്താ പ്രത്യേകത എന്നുള്ളത്. നമ്മളിപ്പം ഈ നക്ഷത്രവനത്തിലോട്ട് എൻട്രൻസിലോട്ട് കയറുകയാണ്. കണ്ടില്ലേ, കളർഫുൾ ആയിട്ട് ലൈറ്റ് എല്ലാം വെച്ച് സെറ്റ് ചെയ്തൊക്കെയല്ലേ ചെയ്യുന്നത്. ഈ നക്ഷത്രവനം എന്ന് പറയേണ്ട റീസൺ പറഞ്ഞുതരാം. ഫസ്റ്റ് വാ, ഈ കാണുന്ന മരം കണ്ട, ഈ മരത്തിന്റെ പേര് ഇത്തി എന്നാണ്. ഇത് ഉത്രം നക്ഷത്രക്കാരുടെ മരമാണ്. അപ്പൊ ഇവിടെ ഉള്ള എല്ലാം തന്നെ ഈ നക്ഷത്രം വെച്ചിട്ടുള്ള പേരിലുള്ള മരങ്ങളാണ്. ഇത് ഓരോ നക്ഷത്രക്കാരുടെ പേരുള്ള മരങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ഇതിന് നക്ഷത്രവനം എന്നറിയപ്പെടുന്നത്. നമുക്ക് ഈ നക്ഷത്രവനത്തിന്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. ഇത് കാഞ്ഞിരമാണ്. അശ്വതി നക്ഷത്രക്കാരുടെയാണ് കാഞ്ഞിരം. ഇവിടെ ആണെങ്കിൽ കൂവളം നട്ടിട്ടുണ്ട്, പക്ഷെ അത് ചെറിയൊരു തൈയാണ്. ഒരു പാർക്കിൽ വന്ന ഫീലാണ്. സത്യത്തിൽ അമ്പലത്തിലാണ് വന്നെന്ന് തോന്നുന്നില്ല, ഒരു പാർക്കിൽ വന്ന ഫീലുണ്ട്. പക്ഷെ ഇതിനു മുമ്പും നീ വിനോദ് എന്നെ വിളിച്ചിട്ടുണ്ട്. നമ്മള് പകല് വരാനാണ്. പകല് വന്ന സത്യം പറഞ്ഞാൽ ഒന്നുമില്ല, പകല് വന്നാൽ കാണാനൊന്നുമില്ല. ഈ ലൈറ്റ് സെറ്റിംഗ് ഒന്നും അറിയാൻ പറ്റില്ല. മരങ്ങളും ഇതുപോലുള്ള ജസ്റ്റ് മരങ്ങൾ ഒരു പാർക്കിൽ വന്ന് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തില്ല. ആ സമയത്ത് നമ്മളിപ്പോ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ രാത്രിയിലാണ് വന്നിരിക്കുന്നത്. രാത്രി വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റിൽ നമുക്ക് മരങ്ങളെല്ലാം കാണാൻ പറ്റുന്നത്. അതായത് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അവര് നല്ല കളർഫുൾ ആയിട്ട് ലൈറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. അയ്യോ, കറണ്ടും പോയി. പറഞ്ഞു വന്നത് കറണ്ട് പോയി. കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ നക്ഷത്രവനം. ഒരു വട്ടെങ്കിലും പറഞ്ഞാൽ കേട്ടോ ഈ ഓച്ചിറ ക്ഷേത്രത്തില്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ വെച്ചാൽ ഒരുപാട് പേരുണ്ട്, അതായത് ഇവിടുത്തെ ഈ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ വേണ്ടിട്ട്. കണ്ടില്ലേ, ഒരുപാട് മരങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ നക്ഷത്രത്തിന്റെ പേരിലാണ് ഈ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. സകല മരങ്ങൾ നക്ഷത്രത്തിന്റെ പേരില. ഇപ്പൊ കറണ്ട് പോയി കേട്ടോ. കറണ്ട് പോയതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ പേരെന്താണ്? എന്താ, വയ്യം കഥ. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് വായിക്കാൻ അറിയാം. വയ്യം കഥ എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രക്കാരുടെയാണത്. പിന്നെ ഇത് വഞ്ചി എന്ന് പറയുന്ന ഒരു മരം. പക്ഷെ ഇതൊക്കെ ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുവട്ടെ, ഇങ്ങനത്തെ മരം. വഞ്ചി ഊരാട എന്റെ നാട് ഒന്നുമല്ല, വഞ്ചി എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ കാണാൻ ഇപ്പോഴും ഇങ്ങനെ പേരൊക്കെ അറിയണം കേട്ടോ. ഇനി അടുത്തത് ഏത് മരമാണെന്ന് നോക്കാവേ നമുക്ക്. പയ്യൻ എന്ന് പറയുന്ന ഒരു മരം. പക്ഷെ ഇത് നമ്മുടെ സാറിന് പൈൻ വാലി കാണുന്ന മരം അല്ല, മൂല നക്ഷത്രക്കാരുടേത്. പിന്നെ ഇത് തന്നെയാടാ കായ്കളൊക്കെ പിടിച്ചിട്ട് നമ്മുടെ മറ്റേ എന്തെങ്കിലും റംബുട്ടാന്റെ വലിയ കാ പോലെ തോന്നുന്നു അല്ലേ? കാകളൊക്കെ പിടിച്ചിട്ടുണ്ട്. വലിയ മരമാണ്. വലിയ നേരത്തെ ഉണ്ട് സംഭവം. എല്ലാത്തിനും പിടിച്ചിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ റംബുട്ടാന്റെ കാ പോലെ തോന്നുന്നു. അല്ല, റംബുട്ടാന്റെ കാ പോലെ തോന്നുന്നു പറഞ്ഞു. ഇത് കടമ്പ്. എന്റെ നക്ഷത്രം. എന്റെ നക്ഷത്രം. സോറി. ഇത് മുളയല്ലേ? മുള ഏത് നക്ഷത്ര? പുണർദം നക്ഷത്രത്തിന്റെ മുള. പിന്നെ ഇവിടെ ഉണ്ട് കരിമരം. തിരുവാതിര. എന്റെ അമ്മയുടെ അനിയന്റെ അമ്മയുടെ അനിയന്റെ തിരുവോണോ, സോറി, കരിമരം. ഇത് ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ഇവിടെ ഒരുപാട് മരങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ്. കൃഷിയുടെ ഒക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. പക്ഷെ ഈ മരങ്ങളൊക്കെ ഞാൻ ഇത്രയും മരങ്ങൾ ആദ്യമായിട്ടാണ്. ഇതിന്റെ അത്തി കാർത്തികേട എന്റെ അനിയന്റെ നാട് അത്തി. പിന്നെ
വാഹിനി എന്തോ വഹിനി അബിട്ടം വഹിനി ഇതെന്ത് മരം ഇത്? ഞാൻ അറിയിട്ടാണോ? പിന്നെ പേരാല് പേരാലി അങ്ങനെ കേട്ടോ, മകത്തിൻ്റെത്. പിന്നെ ഇതും കണ്ടിട്ടുണ്ട്, ഇളഞ്ഞി അനീകം ഇളഞ്ഞി അനീകം അനീകം അനീകം. ഇതേതാ? നാഗമോ? നാഗം. നീ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ മരമൊക്കെ? ഇത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചാങ്ങോറ ക്ഷേത്രത്തിലൊക്കെ കിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ്. ഇരിപ്പ ദേവതി ഇരിപ്പ. ഇത് ഞാൻ എവിടെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ല, കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അല്ലല്ലേ? ഇതേതാ? ഇത് കണ്ടിട്ട് ആവശ്യം വായിച്ചു നോക്കുമ്പോ നമുക്ക് നീർമരുത് ചോദ്യ നക്ഷത്രം. നീർമരുത് നമ്മുടെ ഇതിനെ പോലെ. ഇവര് തടി കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തതേ ഇവിടെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇരിക്കാൻ മാത്രല്ല, ഫോട്ടോ എടുക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഫ്ലാഷ്. ഇതെന്ത്? ഫ്ലാഷ് അല്ല, ഫ്ലാഷ് നമ്മുടെ തേക്കിന്റെ ഒരു ഇല പോലെയൊക്കെ തോന്നുന്നു കണ്ടിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഇരുട്ടായതുകൊണ്ട് മനസ്സിലാവില്ല. തേക്കിന്റെ ഇല പോലെ തോന്നുന്നില്ല ചെറുതായിട്ട്. പുളിവരം പറയോ? അതിന് നാളെ ഏതായിരുന്നു? പൂരോ? നെല്ലിമരം ഭരണി. അശ്വതിയുടെ. നിന്റെ ശനിയുടെ ഭരണി തന്നെയാണോ? അശ്വതിയുടെ ഭരണിയാ. രണ്ട് പ്ലാവ്, ഉത്രാടം, മോന്റെ നാള്, ഗബ്രുവിന്റെ നാള്. പ്ലാവ്. പിന്നെ ഇതേതാ നാള്? ഞാവൽ, രോഹിണി. ഞാവൽ. അയ്യോ, മോന്റെ ഉത്രാടമല്ല, രോഹിണിയാ. മോന്റെ രോഹിണിയാ. മോനെ നാള് പോലും ഓർമ്മയില്ല. അല്ലടാ, അതെ ആദ്യം ജനിച്ച സമയത്ത് പറഞ്ഞ ഉത്രാടം വന്നു. പിന്നെ നോക്കിച്ചപ്പോഴാ പറഞ്ഞ അല്ലെന്ന്. കരിങ്ങാലി കരിങ്ങാലി മറ്റേ ഇതില്ലേടാ വെള്ളം തിളപ്പിക്കുന്ന? ആണോ? അത് തന്നെയാണോ? ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് കരിങ്ങാലി. തേന്മാവ്. വേറുമാവല്ല, തേന്മാവാ. പൂരുരുട്ടാതി. ഇവിടെ തിരുവോണം കണ്ടില്ലല്ലോടാ. ഉത്രട്ടാതി കരിമ്പന. ഉത്രട്ടാതി കരിമ്പന. തിരുവോണം കണ്ടില്ലല്ലോ. തിരുവോണം ഉണ്ടായിരുന്നല്ലോ. കരിമ്പന, ഉത്രട്ടാതി. അപ്പൊ കൂട്ടുകാരെ കണ്ടേ, നമ്മുടെ പരബ്രഹ്മ ക്ഷേത്രത്തിലുള്ള നക്ഷത്രവനത്തിന്റെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇപ്പൊ നമ്മൾ അവിടെ നിന്നെല്ലാം വന്നപ്പോഴത്തെ കറണ്ട് വന്നു. നല്ല വൈവിധ്യമാർന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സത്യത്തിൽ ഇങ്ങനത്തുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട് ഓച്ചിറ തന്നെ വരണം. ആണെങ്കിൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലുള്ള നക്ഷത്രവനത്തിന്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും നേരം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫോട്ടോ എടുക്കാനാണെങ്കിലും നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടാണെങ്കിലും കുറച്ചു നേരം നമുക്ക് ശാന്തിയായിട്ട്. അത് തന്നെ. അത് മാത്രമല്ല, 28 ഓണം ഉണ്ട്. ഓച്ചിറയിലെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഒരു ഓണമാണ് 28 ഓണം എന്ന് പറയുന്നത്. അത് ഓച്ചിറക്കാരുടെ ഒരു ഉത്സവം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ലൊരു അതായത് ഓച്ചിറയിലുള്ള എല്ലാ കരക്കാരുടെ. അപ്പോ വിശേഷങ്ങൾ കുറെ നമ്മൾ ഫാമിലി തന്നെ വരുന്നുണ്ട്. അപ്പൊ ലൈഫിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ നക്ഷത്രവനം. അതായത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലുള്ള നക്ഷത്രവനം ഒരു തവണയെങ്കിലും ലൈഫിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. കാരണം വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാനും കുറച്ച് നേരം നമ്മുടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പൊ നിങ്ങൾ ഒരു വട്ടമെങ്കിലും വരാൻ ശ്രമിക്കുക. മാത്രമല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.